ഇന്ന് വല്ലാത്തൊരു ഷോക്കിലായി പോയിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞിനുകുണ്ട് ജീപ്പ് ചതിച്ചതാണ്, അത് ഞാൻ പറയാവേ. അപ്പോൾ രാവിലെ വഴി കൂടെ പോയ ആളെ വിളിച്ചു നിർത്തി കുഞ്ഞിനുകുണ്ട് മുടി വെട്ടിക്കായിരുന്നു കേട്ടോ. മൊത്തം എണ്ണ തേച്ചിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ദേഹത്ത് മുഴുവൻ മുടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവം വരെയല്ലേ സുന്ദരനാക്കി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെട്ടിയതാണ്. കുഴപ്പമില്ലല്ലേ, മുടിയല്ലേ, വളർന്നോളൂ അല്ലേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ മുടി വെട്ടുന്ന കാര്യത്തിൽ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുടി ഒരിക്കലും ഞാൻ വെട്ടുമ്പോഴാണ് കുറച്ചൊക്കെ ശരിയാവാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ പറയുന്നതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാമല്ലേ. അപ്പോൾ അത് ജീപ്പിൽ കയറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ശ്രദ്ധയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നേ. കുറച്ച് സമയം നടത്തിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ജീപ്പിൽ കയറാൻ പോയിട്ട് ഞാൻ നടത്തണ ആ ഒരു ഇത് സമയം നഷ്ടപ്പെട്ടു പോകുമല്ലോ. പക്ഷെ അവൻ്റെ വാശി കൊണ്ട് ഞാൻ എന്താണെങ്കിലും ജീപ്പിൽ കയറ്റി. ഞാനിന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് പോന്നു. എല്ലാവരും വലിയ ശബ്ദത്തിൽ കരയുന്ന കേട്ടു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനുമുത്ത് നിലത്ത് കമന്ന് കിടക്കുകയാണ്. ജീപ്പ് വട്ടം കറങ്ങി തിരിഞ്ഞ് വീണു എന്നാട്ടോ പറഞ്ഞേ. ജീപ്പ് കുഞ്ഞിനുകുണ്ട് മേത്തുനിന്ന് എടുത്തു മാറ്റുക ചെയ്തതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയിട്ടോ. ദൈവഭാഗ്യത്തിന് മോൻ്റെ ദേഹത്തൊരു പൊടി പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.